നമുക്ക് ഇനി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അലർട്ടുകൾ മാറി മാറി വരികയായിരുന്നു. പലയിടങ്ങളിലും മഴക്കെടുതിയുടെ വിവരങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതിലേക്കൊക്കെ പോകണം. 3 പേരുടെ മരണമാണ് മഴക്കെടുതിയിൽ ഇന്ന് സംസ്ഥാനത്ത് നിന്ന് വന്നത്. ഇടുക്കി മാങ്കുളത്ത് ഒരു യുവാവ് പുഴയിൽ മുങ്ങി മരിച്ചു. താളുകണ്ടംകുടി സ്വദേശിയായ സനീഷാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞാണ് ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചത്. മരിയനാട് അലോഷ്യസ് ആണ് മരിച്ചത്. മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആലപ്പുഴ സ്വദേശി ഉനായിസും ഇന്ന് മരിച്ചു. അങ്ങനെയാണ് 3 മരണം സ്ഥിരീകരിച്ചത്. മഴയിലും കാറ്റിലുമൊക്കെ ആലപ്പുഴ ജില്ലയിൽ 109 വീടുകളാണ് തകർന്നത്. അവിടെ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നിട്ടുണ്ട്. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മൂന്നാറിലും ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ ഇടുക്കി രാജാക്കാട്ട് വാഴകൃഷി നശിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലെ മുക്കമ്പുഴയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ റോഡ് ഇടിഞ്ഞ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. തിരുനാവായയിൽ കനത്ത മഴയിൽ കന്നുകാലികൾ തുരുത്തിലകപ്പെട്ടു. പൊന്നാനിയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ കണ്ടെയ്നറിന് മുകളിലേക്ക് മരം വീണ് മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. സംസ്ഥാനത്ത് 14 ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. വിവരങ്ങളുമായി നമുക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളിലേക്ക് പോകാം. വയനാട്ടിൽ നിന്ന് ദീപക് മോഹനും കണ്ണൂരിൽ നിന്ന് തുഷാര പ്രമോദും, എറണാകുളത്ത് നിന്ന് PT മുഹമ്മദ് ജസീമും, ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാടും, തൃശൂരിൽ നിന്ന് ജെയ്സൺ ചാമവളപ്പിലും, മലപ്പുറത്ത് നിന്ന് അഷ്കർ അലി കരിമ്പയും, പാലക്കാട്ട് നിന്ന് ഇക്ബാൽ അറക്കലും നമുക്കൊപ്പം തയ്യാറാണ്. നമുക്ക് ആദ്യം വയനാട്ടിലേക്ക് പോകാം. ദീപക് മോഹൻ, വയനാട്ടിൽ പ്രതിഷേധ കാഴ്ചകൾ ഒരു ഭാഗത്തുണ്ട്. മഴക്കെടുതിയുടെ വാർത്തകൾ വരുന്നുണ്ട്. മഴയിലേക്ക് വന്നാൽ വയനാട്ടിൽ ഇതെങ്ങനെയാണ് കാലാവസ്ഥ? സുജയാപാർവതി, കഴിഞ്ഞ ദിവസം രാത്രി വരെ നല്ല കനത്ത മഴയുണ്ടായിരുന്നെങ്കിലും രാവിലെ മഴ മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വയനാട്ടിലെ പ്രധാനമായും വൈത്തിരി, മാനന്തവാടി താലൂക്കുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ആദിവാസി നഗർ അടക്കമുള്ള മേഖലകൾ, ഒപ്പം ഏക്കർ കണക്കിന് വാഴകൃഷി, നെൽകൃഷി ചെയ്യുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. പറയത്തക്ക വലിയ തോതിലുള്ള മഴക്കെടുതികളൊന്നും തന്നെ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ചില ഇടങ്ങളിൽ കിണറുകൾ ഇടിഞ്ഞു താഴുന്ന ഒരു അവസ്ഥ. ഇന്ന് രാവിലെയാണ് കൽപ്പറ്റ ബൈപ്പാസിന് സമീപം ഇത്തരത്തിൽ വലിയ തോതിൽ റോഡിന്റെ അരികിടിഞ്ഞ് അതിലെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായത്. കൽപ്പറ്റ നഗരത്തിനോട് ചേർന്ന ബൈപ്പാസ് റോഡിന് സമീപത്തുള്ള മയിലാടിക്കുന്ന് എന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലിന് സമാനമായ രീതിയിൽ കല്ലുകളെല്ലാം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായത്. പിന്നീടാണ് ഈ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ ഈ മേഖലയിലേക്ക് എത്തി റോഡിലെ ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വയനാട്ടിൽ പുഴകളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരുന്നതിനാൽ കൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വയനാട്ടിലെ 2 ഡാമുകളായ ബാണാസുര, കാരാപ്പുഴ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയ വിവരം. അതോടൊപ്പം NDRFന്റെ കൂടുതൽ അംഗങ്ങളും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്, വയനാട്ടിൽ വിന്യസിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ ആദിവാസി നഗരങ്ങളിൽ ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരവധി ക്യാമ്പുകൾ വയനാട് ജില്ലയിൽ പലയിടങ്ങളിലും തുറക്കാനായുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി, നൂൽപ്പുഴ, പുഴങ്കുരി കോളനിയിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. അപ്പം മാനന്തവാടിയിലെ കരിന്തിരിക്കടവ് പാലത്തിലും വെള്ളം കയറി ആ ഭാഗത്ത് ചെറിയ തോതിലുള്ള ഗതാഗത തടസ്സം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള മഴക്കെടുതികളുടെ അപ്ഡേഷൻ. സുജയ. ഓക്കെ, നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. തുഷാര പ്രമോദ്, കഴിഞ്ഞ ദിവസമൊക്കെ വഴി നിറയെ പുഴയായി ഒഴുകുന്ന കാഴ്ചയായിരുന്നു. ഇന്ന് കണ്ണൂരിൽ എവിടെ നിന്നൊക്കെയാണ് അപകട വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? സുജ, ഇന്ന് കണ്ണൂരിൽ നിന്ന് അപകട വാർത്തകളൊന്നും ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. കണ്ണൂരിൽ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. ഇടവിട്ട സമയങ്ങളിലാണ് ഇപ്പോൾ കണ്ണൂരിൽ മഴയുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങി പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. എന്നാൽ പലയിടത്തും വെള്ളക്കെട്ടുകളുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ നഗരപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞിരുന്നു. എന്നാൽ മലയോര മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴ രാത്രിയിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും നാശനഷ്ടങ്ങളിലൊക്കെ മലയോര മേഖലകളിൽ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ പാൽച്ചുരത്ത്, അതായത് കൊട്ടിയൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന പ്രധാന പാതയായ പാൽച്ചുരത്ത് മണ്ണിടിച്ചിലുണ്ടായിരുന്നു. രാത്രി 11 മണിയോടെയായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത്. ഗതാഗതം അർദ്ധരാത്രി തന്നെ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഭാഗികമായി മാത്രമാണ് സാധിച്ചിരുന്നത്. എന്നാൽ രാവിലെയോടെ ഫയർഫോഴ്സ് സംഘം എത്തി ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് പല മേഖലകളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയൊരു വാർത്ത, ചിറ്റാരിപ്പറമ്പ് എടയാറിലെ റെഗുലേറ്റർ ബ്രിഡ്ജിൽ ഒഴുകിയെത്തിയ കനത്ത മഴയിൽ ഒഴുകിയെത്തിയ മരങ്ങളെല്ലാം കൂടി
അവിടെ അടിഞ്ഞു കൂടി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുഴ ഒഴുകി പോകാൻ കൃത്യമായ ഒരു വഴിയില്ല. അതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കിടക്കുകയാണ്. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് പോകാനൊരു വഴിയില്ലാത്തൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ പാനൂർ കുന്നോത്ത് ഒരു സ്ത്രീയുടെ വീടിൻ്റെ കിണർ ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. ആൾമറയോടുകൂടി കിണർ ഭൂമിയിലേക്ക് ഇടിഞ്ഞ് താഴുകയായിരുന്നു. മറ്റ് പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. എളയാവൂർ ഭാഗങ്ങളിൽ റോഡിലും വീടുകളിലേക്കും 4 വീടുകളിലേക്കും വെള്ളം കയറിയിരുന്നു. ഈ വീടുകളിലുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. സുജയ. ഓക്കെ, തുഷാര പ്രമോദാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ്. കണ്ണൂരിൽ ഇപ്പോൾ ആശങ്ക ഒഴിഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നോക്കാം. അതിരപ്പള്ളി മലക്കപ്പാർ റൂട്ടിലൊക്കെ മരം വഴിയിലേക്ക് വീണു, വൈദ്യുത ലൈനുകളൊക്കെ പൊട്ടി വീണുവെന്നാണ് ജെയ്സൺ നേരത്തെ നൽകിയ അപ്ഡേറ്റ്. ജെയ്സൺ, ഇപ്പോൾ എവിടെയാണ്? തൃശ്ശൂരിൽ കാലാവസ്ഥ എങ്ങനെ? എവിടെയൊക്കെയാണ് ഇപ്പോൾ പ്രശ്നങ്ങളുള്ളത്? സുജയ, ഇപ്പോൾ കാലാവസ്ഥ അല്പം മഴ വിട്ടു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സമരത്തിൻ്റെ ഒപ്പമാണ്. മഴ മൂലം റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ജീവനക്കാരുടെ പ്രശ്നമുണ്ട്. മഴയോടൊപ്പം തന്നെ റോഡ് തകരുന്നു എന്നതാണ് കഴിഞ്ഞ കുറേ നാളുകളായി കുന്നംകുളം തൃശ്ശൂർ റൂട്ടിലുള്ള പ്രശ്നമാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വീണ്ടും മഴ വന്നിരിക്കുന്നു. പ്രതിഷേധ സമരവും അതോടൊപ്പം തന്നെ മഴയത്ത് നിന്നാൽ ക്യാമറ കേടുവരുമെന്നുള്ളതുകൊണ്ടാണ് ഒരു അല്പം അങ്ങോട്ട് മാറിയത്. ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി ഈ ബസ് ജീവനക്കാർ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ കനത്ത മഴയിലും ബസ് ജീവനക്കാർ ഇപ്പോൾ സമരം നടത്തി അവർ ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ശക്തമായൊരു മഴ വീണ്ടും എത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് തൃശ്ശൂർ കുന്നംകുളം റോഡിൻ്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബസ് ജീവനക്കാരിൽ ഒരു വിഭാഗം പണിമുടക്കിക്കൊണ്ട് ഇപ്പോൾ സമരം നടത്തുന്നത്. ആ സമരത്തിൻ്റെ ദൃശ്യങ്ങളാണ്. മഴ ശക്തമായി പെയ്യുന്നു. അപ്പോൾ കുറച്ച് ഈ വലിയ രീതിയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുന്നു. വലിയ തോതിലുള്ള കുഴികളാണ് തൃശ്ശൂർ കുന്നംകുളം റൂട്ടിലുള്ളത്. മഴയ്ക്ക് മുൻപത് അടയ്ക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് മഴ കുഴികൾ അടച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴത് സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മഴയും അതോടൊപ്പം തന്നെ റോഡിൻ്റെ ശോചനീയ അവസ്ഥയും കൂടി അതീവ ദയനീയ അവസ്ഥയാണ്. ഇപ്പോൾ മഴ ശക്തമായി പെയ്യുന്നുണ്ട്. ഇടവിട്ടുള്ള മഴയായതുകൊണ്ട് തന്നെ മറ്റു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഒരു മരം വീണ് കുറച്ച് നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ആ മരം മുറിച്ച് മാറ്റി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. സുജയ. ഓക്കെ ജെയ്സൺ, മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഒപ്പം നല്ല മഴ പെയ്യുന്ന ദൃശ്യങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് പങ്കുവച്ചത്. കുന്നംകുളം റോഡിലെ കാഴ്ചകളാണ്. ഈ റോഡിലാണ് നിറയെ കുഴിയുള്ളത്. ആ കുഴിയൊക്കെ കയറി ഇറങ്ങി വേണം ആളുകൾക്ക് യാത്ര ചെയ്യാൻ. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഇപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. സമരക്കാർ ഇടവേള എടുത്തില്ല എന്ന് തോന്നുന്നു. ജെയ്സന്റെ അടുത്തേക്ക് കുറച്ചുപേർ ഓടി കയറുന്നുണ്ടായിരുന്നല്ലോ. തീർച്ചയായും നല്ല മഴ പെട്ടെന്നാണ് വന്നത്. നേരത്തെ കഴിഞ്ഞ അല്പം മുമ്പ് ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പ് ശക്തമായ വെയിലായിരുന്നു. ആ വെയിൽ മാറി ശക്തമായ മഴ പെട്ടെന്ന് വന്നു. അപ്പോൾ സമരക്കാരൻ ഓടിക്കേറിയെങ്കിലും പിന്നീട് സമരക്കാർ തങ്ങളുടെ സമരവീര്യം വീണ്ടും പുറത്തെടുത്ത് റോഡിലേക്ക് എത്തിയിരിക്കുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. റോഡിൻ്റെ നടുവിൽ സമരക്കാർ നിന്ന് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. അതീവ മോശം സ്ഥിതിയാണ് തൃശ്ശൂർ കുന്നംകുളം റോഡിലുള്ളത്. കുഴികളൊക്കെ വലിയ രീതിയിൽ വലുതായിക്കൊണ്ടിരിക്കുന്നു. ചില ഭാഗങ്ങളിൽ അല്പമെങ്കിലും മണ്ണിട്ട് നികത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ മഴ കനക്കുന്നതോടുകൂടി ആ മണ്ണിട്ടുന്നതിൻ്റെ ഇതൊക്കെ ഒലിച്ചു പോകുന്നു. ഇപ്പോൾ വലിയൊരു ആനയുടെ ദൃശ്യവും കാണാം. മഴയത്ത് നിന്ന് നിൽക്കുന്ന ഒരു ആനയെ എവിടെ കൊണ്ടുപോകുന്നതാണ്. സമരക്കാർ ആനയും കയറ്റിവിടുന്ന വാഹനത്തിന് മുന്നിൽപ്പെട്ടിരിക്കുന്നു. അങ്ങോട്ട് കടക്കാൻ കഴിയാതെ ആനയും കയറ്റിയ വാഹനം നിൽക്കുന്നു. മൊത്തത്തിൽ ഗതാഗത കുരുക്കാണ്. ഇതിനിടയിലൂടെയാണ് കനത്ത മഴയും വന്നത്. മഴ വന്നതോടുകൂടി റോഡിൻ്റെ സ്ഥിതി വളരെ മോശം സ്ഥിതിയിലേക്ക് പോകും. നേരത്തെ തന്നെ മഴ ഇല്ലാതിരുന്ന സമയത്ത് തന്നെ ഗതാഗത കുരുക്ക് ശക്തമാണ്. അതോടൊപ്പം തന്നെയാണ് മഴ വരുമ്പോൾ എല്ലാ കുഴികളും എണ്ണി പോകുന്ന സ്ഥിതിയാണ്. സമരക്കാർ റോഡിന് നടുവിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. നാം ഒരു തവണയെങ്കിലും തൃശ്ശൂർ കുന്നംകുളം റോഡിലൂടെ വന്നാൽ ഈ വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് യാത്രക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാ ബസ് ഉടമകളും ജീവനക്കാരും സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പക്ഷേ സർക്കാർ ഇടപെട്ട് അറ്റകുറ്റപ്പണികൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ പിന്നീട് ചെറിയ രീതിയിലേക്ക് അറ്റകുറ്റപ്പണികൾ നടത്താൻ ശ്രമിച്ചെങ്കിലും മഴ കനത്തതോടുകൂടി ഇട്ട മണ്ണും കല്ലുമൊക്കെ ഒലിച്ചുപോയി. പിന്നീട് സംഭവിച്ചത് അത് വീണ്ടും വലിയ കുഴികളായി മാറുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് സൂം ചെയ്യാം എന്ന് തോന്നുന്നു.
അതീവ രോഷത്തോടു കൂടിയാണ് ജീവനക്കാർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അതേസമയം തന്നെ ചില സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ആ ജീവനക്കാർക്കെതിരെ സമരം നടത്തുന്നവരുടെ പ്രതിഷേധവും നമുക്ക് കാണാനാകും. ഏതായാലും തൃശ്ശൂർ കുന്നംകുളം റോഡിൻ്റെ സ്ഥിതി വളരെ മോശമായി തുടരുകയാണ്. സുജയ. ഓക്കെ, ജെയ്സണാണ് സമരം, മഴ, യാത്രാ ദുരിതം ഇതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പെട്ടെന്നാണ് തൃശ്ശൂരിൽ മഴ പെയ്തത്. ആ മഴയത്തായിരുന്നു പ്രതിഷേധം നടന്നത്. വഴിയൊക്കെ കുഴിയായി കിടക്കുന്നു എന്ന കാഴ്ചയും നമ്മുടെ മുന്നിൽ തുടരുകയാണ്. ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എറണാകുളത്തേക്കൊന്ന് പോകാം. എറണാകുളത്ത് പള്ളിക്കരയിൽ വീട് തകർന്ന ഇടത്താണ് ഇപ്പോൾ PT മുഹമ്മദ് ജസീം നിൽക്കുന്നത്. മുഹമ്മദ് ജസീം, എങ്ങനെയാണ് ഈ വീട് തകർന്നത്? എവിടെയൊക്കെയാണ് എറണാകുളത്ത് പ്രധാനമായും മഴ ഒരു വില്ലനായി മാറിയിരിക്കുന്നത്? സുജയ, ഈ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മഴ ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇന്നലെ രാത്രി ആയിരുന്നു ഈ പള്ളിക്കരയിൽ, എറണാകുളം പള്ളിക്കരയിൽ മുട്ടന്തൂരിൽ ജോമോൻ മാത്യുവിൻ്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് ഒരു വലിയ വീടിൻ്റെ 2 മുറികൾ തന്നെ നഷ്ടമാകുന്ന രീതിയിൽ അവർ വലിയൊരു അപകടം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇവർ കിടപ്പുമുറിയാണ് ഒന്ന്, അവിടേക്കാണ് ഈ മണ്ണിടിഞ്ഞ് വീണത്. 2 വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ഇന്നലെ രാത്രി ഈ ഒരു സംഭവം ഉണ്ടായത്. അത് വീട്ടിലെ പല സംഭവങ്ങളും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കും കൂടിയും കാര്യങ്ങൾ പോയി. ഇന്നലെ ഇവർ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ്. കാരണം ഈ ഭക്ഷണം കഴിച്ച് അവർ അടുത്ത നിമിഷം പിന്നീട് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഈ റൂമിൽ കിടക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിനിടെയാണ് ഈ ജോമോനും കുടുംബവും ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടുത്തെ വീട്ടുകാർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം, എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു? ഇന്നലെ രാത്രി ഒരു 10:30 ആയപ്പോഴായിരുന്നു നമ്മളൊരു ശബ്ദം കേട്ട് നോക്കിയതാണ് ജനലിൽ കൂടെ നോക്കിയപ്പോൾ കുറച്ച് മണ്ണിടിഞ്ഞേ ഉണ്ടായുള്ളൂ. പിന്നെ നോക്കി നിൽക്കാലെയാണ് ആ വലിയൊരു ഇത് ഇടിഞ്ഞു വന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇവർ പിള്ളേരോടൊക്കെ ഓടിക്കുമോ എന്ന് പറഞ്ഞേ. പക്ഷെ പിള്ളേരൊന്ന് ഓടി എത്തുന്നതിന് മുന്നേ തന്നെ മണ്ണ് ഇങ്ങോട്ട് തെറിച്ചടിച്ച് ഇങ്ങോട്ട് പോന്നു. ആ റൂമിൽ നിന്ന് ജനൽ അങ്ങനെ പറഞ്ഞിട്ട് അപ്പുറത്തെ ഹോളിലേക്ക് എത്തിയത്. ആ മോനെ അങ്ങോട്ട് വന്ന വഴി അവൻ്റെ മേത്ത് കൊണ്ടില്ല, അവൻ്റെ സൈഡിലായിട്ട് വന്നാൽ അത് നിന്ന്. പിന്നെ മൊത്തം ചെളിയായി പോയി. എല്ലാവരും ചെളിയിൽ കുളിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഈ രീതിയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അതായത് ഈ റൂമിലേക്ക് ഈ മണ്ണ് ഇടിഞ്ഞു വീഴുകയും അത് വലിയ രീതിയിൽ മണ്ണ് അകത്തേക്ക് പ്രവഹിക്കുകയും ചെയ്തു. കാരണം ജനാല ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ആ മണ്ണ് അകത്തേക്ക് കടന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ പഞ്ചായത്ത് അധികൃതരും തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഇവരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇവരെ വേണമെങ്കിൽ പുനരധിവസിപ്പിക്കാനുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരും തഹസിൽദാറും ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജില്ലയിലെ മഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴ. പക്ഷേ വലിയ ഒരു രീതിയിലേക്ക് നാശനഷ്ടങ്ങളിലേക്കോ മറ്റോ പോയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ളത്. പെരിയാറിൻ്റെ തീരത്ത് ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം അധികൃതർ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. കാരണം ഭൂതത്താൻകെട്ട് അണക്കെട്ട് ഉൾപ്പെടെയുള്ളത് തുറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തുറന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കാരണം മീൻ പിടിക്കാൻ വേണ്ടിയിട്ടും മറ്റുമൊക്കെയായിട്ട് ആളുകൾ പുഴയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച കാണുന്നുണ്ട്. അത് പോലീസ് ഇടപെട്ട് തന്നെ, ജില്ലാ ഭരണകൂടവും അധികൃതരെല്ലാം ഇടപെട്ടുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്ന, അത് വിലക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകൾ പലപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പുഴയിലേക്ക് വരുന്നു, അത് ആസ്വദിക്കാൻ വരുന്നു. പക്ഷേ അതിൽ വലിയൊരു അപകടം പതിയിരിപ്പുണ്ട് എന്നുള്ളതാണ്. ഈ കടലോര മേഖലയെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയിൽ കടലേറ്റം ശക്തമാണ്. എടവനക്കാട്, കണ്ണമാലി, ചെല്ലാനം പോലെയുള്ള പ്രദേശങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലും ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം കൂടി. മലയോര മേഖലയിൽ കോതമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഉൾപ്പെടെയുണ്ട്. കാരണം ഈ കിഴക്കൻ മേഖലയിൽ മഴ പലപ്പോഴും ശക്തമായിട്ട് തന്നെയാണ്. കാറ്റും ഉൾപ്പെടെയുള്ളവ പലപ്പോഴും കാറ്റും കൂടി ഇതിന് PT മുഹമ്മദ് ജസീമാണ് വിവരങ്ങളുമായി നൽകിയത്. നമുക്കൊപ്പം ചേർന്നത് ജോമോൻ മാത്യുവിന്റെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ ദൃശ്യങ്ങളും ജസീം നമുക്ക് എത്തിച്ചു. ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. 14 ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം. വിവരങ്ങളുമായി അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം. അശ്വിൻ ഡിയാഗോ, എവിടെയൊക്കെയാണ് ഓറഞ്ച് അലർട്ട്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏതൊക്കെ ഭാഗങ്ങളിൽ കൂടുതൽ കരുതൽ വേണമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്?
സുജിയ, വരും ദിവസങ്ങളിലും കാലവർഷം ശക്തമാകും എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ എവിടെയും ഓറഞ്ച് അലേർട്ട് ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. നിലവിൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തെക്കൻ കേരളത്തിലും തൃശൂർ, പാലക്കാട് ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഇടവിട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ നിലവിൽ മഴ പെയ്യുന്നില്ല. കൊല്ലത്തും പത്തനംതിട്ടയിലും സമാന രീതി തന്നെയാണ്. ഇടവിട്ടുള്ള മഴ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നാൽ ഉള്ളത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് തുടരും എന്നുള്ളതാണ്. കാരണം നാളെ അർദ്ധരാത്രി വരെ ശക്തമായ തിരമാലയ്ക്കും കടലേറ്റത്തിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്നും പറയുന്നു. തീരദേശവാസികളും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലയോര മേഖലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശവുമുണ്ട്. മാത്രമല്ല ഈ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതിനായി പൊതുജനം പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പും ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ ഈ ശക്തമായ കടലാക്രമണത്തിൽ മര്യനാട് ഒരു മത്സ്യത്തൊഴിലാളി വള്ളം മുങ്ങി മരണപ്പെട്ടിരുന്നു. ഇതടക്കം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് അത് തുടരുന്നുണ്ട്. അത് കർശനമായി പാലിക്കണമെന്നും അറിയിക്കുന്നു. മാത്രമല്ല വെള്ളിയാഴ്ചയോടുകൂടി ഒരു ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരും. ഓക്കെ, അഷൻ ഡിയാഗോയാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പങ്കുവച്ചത്. 8 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ഉണ്ട്. അഷ്കർ അലി, മലപ്പുറത്തെ കാലാവസ്ഥ എങ്ങനെ? കാലവർഷക്കെടുതി ഏതെങ്കിലും ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ മലപ്പുറത്തെ ഇതിൽ ഇപ്പോൾ നല്ല വെയിലാണെന്നുള്ള ഞാൻ നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ മഴലേവ് ആരംഭിക്കുമ്പോൾ അടക്കം ഇവിടെ ചെറിയ തോതിൽ മഴ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇപ്പോൾ നല്ല പൊള്ളുന്ന വെയിലാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. അതേസമയം തന്നെ ജില്ലയിലുടനീളം പലയിടങ്ങളും പ്രത്യേകിച്ച് മലയോര മേഖലകളിലും മുണ്ടേരി മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയായിരുന്നു കനത്ത മഴ ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ മഴ വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ മൂടിക്കെട്ടുന്ന അന്തരീക്ഷവും അതുപോലെ ഇടപെട്ടുള്ള മഴകളുമായി ഉണ്ടായിരുന്നു. പക്ഷേ മലയോര മേഖല ശക്തമായി മഴ തുടരുന്ന സാഹചര്യം ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ നഗരമേഖലകളിലൊക്കെ തന്നെ വലിയ ചെറിയ തോതിലെങ്കിലും വെയിൽ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ ഇപ്പോൾ അനിഷ്ട സംഭവങ്ങൾ രാവിലെ മുതൽ ഉണ്ടായി എന്നുള്ളതാണ്. ആദ്യമായി പൊന്നാനി ഹിന്ദൂർ പള്ളിയിലും പാലപ്പെട്ടിയിലും ശക്തമായ മഴയെ തുടർന്ന് ചില വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയാണ് എത്തുന്നത്. അതേപോലെ തന്നെ പരപ്പനങ്ങാടി നിന്നും കോഴിക്കോട് പോകുന്ന റോഡിൽ ഒരു വാഹനത്തിന് മുകളിലേക്ക് ഒരു മരം പൂർണ്ണമായും കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. കണ്ടെയ്നർ ലോറിക്ക് മുകളിലാണ് ഇത്തരത്തിൽ മരം വീണത്. പക്ഷേ അവിടെ ആളപായമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ 1.5 മണിക്കൂറോളം ഈ പ്രധാന പാത പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും ഒക്കെ എത്തിയാണ് ഈ മരം പൂർണ്ണമായി മുറിച്ചു മാറ്റിയത്. അതുപോലെ തന്നെ മലപ്പുറം എടവണ്ണപ്പാറ വിളയിലിനടുത്തുള്ള എളങ്കാവിൽ എന്ന പ്രദേശത്ത് കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടുത്തെ 100ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന തടത്തിൽ പള്ളിക്കടവ് റോഡ്, ഈ റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അവിടെയുള്ള ആളുകൾ പ്രാദേശികമായി തോണി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 1/2 കിലോമീറ്റർ നീളത്തോളം തോണി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള വീട്ടുകാരെയൊക്കെ തന്നെ റോഡ് മുറിച്ച് കടത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. സമാനമായ രീതിയിൽ തന്നെ ഭാരതപ്പുഴയിൽ തിരുനാവായിൽ കന്നുകാലികൾ മേയുന്ന ഒരു തുരുത്തുണ്ടായിരുന്നു. തുരുത്തിൽ ഏകദേശം 40ഓളം കന്നുകാലികൾ ഇന്നലെ രാത്രിയിൽ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ തുരുത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇന്നലെ രാത്രിയുടെ 10ഓളം കന്നുകാലികൾ ഇതിൽ നിന്ന് പുഴയിലേക്ക് ഇറങ്ങി നീന്താൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ ഒഴുക്കൽപ്പെട്ട കന്നുകാലികളൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ രക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇന്ന് തോണി ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള 30ഓളം കന്നുകാലികളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സമാനമായ രീതിയിൽ തന്നെ മലപ്പുറം അമരമ്പലത്ത് ഒരാളുടെ വീടിൻ്റെ കിണർ ഇടിഞ്ഞു താഴ്ന്ന സാഹചര്യമുണ്ടായി. അമരമ്പലം സ്വദേശി ഉമറുൽ ഫാറൂഖിൻ്റെ വീടിന് കിണറാണ് 1 റിങ്ങോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് കിണർ ഇടിയുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ ചില പ്രാദേശികമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലപ്പുറത്തുനിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അഷ്കർ പങ്കുവച്ചത്. നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. സന്ദീപ് രാജാക്കാട് തയ്യാറാണ്. സന്ദീപ് രാജാക്കാട്, ഇടുക്കി രാജാക്കാട് ഭാഗത്തൊക്കെ സന്ദീപിന്റെ വീടിന് ചുറ്റുമൊക്കെ കൃഷിനാശമുണ്ടായതുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. പന്താങ്ങൽ തുളസിയുടെ 500ഓളം വാഴകൾ ഒടിഞ്ഞു വീണു എന്ന് കേൾക്കുന്നു. തുളസിയുടെ പറമ്പിൽ മാത്രമാണോ കൃഷിനാശം, അതോ രാജാക്കാട് മൊത്തം കാറ്റിലും മഴയിലും വലിയ നാശനഷ്ടമുണ്ടോ?
വിജയപാർവതി, മലയോര മേഖലയിൽ ഇടവേളയ്ക്ക് ശേഷം മഴ അല്പം കൂടി ശക്തിയാർജിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇടവിട്ട മഴയാണ് എന്നുള്ള ഒരു ആശ്വാസം മാത്രമാണുള്ളത്. ഒപ്പം തന്നെ അതിശക്തമായ കാറ്റാണ് കഴിഞ്ഞ 2 ദിവസമായി വീശിയടിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ മരം വീണും മറ്റുമായിട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിനൊപ്പമാണ് ഇപ്പോൾ കൃഷിനാശം കൂടി ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏലക്കാടുകളിൽ മരം വീണ കൃഷിനാശമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ ഏത്തവാഴകൾ വ്യാപകമായി ഒടിഞ്ഞു നശിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ പന്താങ്കൽ ഏതാണ്ട് 500ഓളം വാഴകളാണ് ഇപ്പോൾ ഒടിഞ്ഞു നശിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഒരു 35-40 ദിവസം കഴിഞ്ഞാൽ ഇവ വിപണിയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള കുലകളായിരുന്നു. ഇവയെല്ലാം പൂർണ്ണമായി നശിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഏതാണ്ട് 4.5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതാണ് പറയുന്നത്. ഇദ്ദേഹം ഏറ്റവും പ്രധാനമായി കണ്ട ഇദ്ദേഹം ബാങ്ക് വായ്പ, ഈ തന്നാണ്ട് വിളകൾക്ക് വേണ്ടി പ്രത്യേക വായ്പ, കാർഷിക വായ്പ ലഭിക്കും. അത് ഓരോ വർഷവും വിളവെടുത്തതിന് ശേഷം തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ്. അത്തരത്തിലെടുത്ത വായ്പയാണ്. ഈ വായ്പ തിരിച്ചടയ്ക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ പൂർണ്ണമായും വാഴകൃഷി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ കൃഷിവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി വിള ഇൻഷുറൻസ് പദ്ധതിയിൽ പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും 1 ലക്ഷമോ അതിൽ കൂടുതലോ മാത്രമാണ് ഈ വിള ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുക. ബാക്കിയുള്ള തുക പൂർണ്ണമായും നഷ്ടമാകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് കൂടുതൽ സഹായം വേണം എന്ന ഒരു ആവശ്യം കൂടിയാണ് ഉയരുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും സമാനമായ രീതിയിൽ വിവിധ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെടുങ്കണ്ടത്ത് 2 വീടുകൾ അപകടാവസ്ഥയിലായിട്ടുണ്ട്. ഒരു വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണും ഒരു വീടിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നുമാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഇന്നലെ വരെ ഏതാണ്ട് 5-6 വീടുകൾ തകർന്നിരിക്കുന്ന സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ അണക്കെട്ടുകൾ 3 തുറന്നിരിക്കുകയാണ്. കല്ലാറുകുട്ടി, പാമ്പ്ള, ലോവർ പെരിയാർ അണക്കെട്ടുകൾ ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. ഈ മഴ ഇടപെട്ട് പെയ്യുന്നത് കൊണ്ട് തന്നെ തോടുകളിലും പുഴകളിലും നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുഴകളിലേക്ക് ഇറങ്ങുന്നതിനൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാത്രികാല യാത്രാ നിരോധനം ഇന്നും തുടരുകയാണ്. ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായിട്ടും ജില്ലാ കളക്ടർ നിരോധിച്ചിരിക്കുന്നു.